من اتبع الهدى الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിന്റെ ആശയാദർശങ്ങൾ ശ്രവിക്കാൻ ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം അമുസ്ലിം സുഹൃത്തുക്കളെ, എന്താണ് പരിശുദ്ധ ഖുർആനെന്നും പരിശുദ്ധ ഖുർആനിന് ബദലായിക്കൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായിക്കൊണ്ട് മറ്റൊരു പ്രമാണം ഉണ്ടോ ഇല്ലേ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുവാനാണ് സംഘാടകരെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അഥവാ പരിശുദ്ധ ഖുർആനും ഹദീസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ. ഖുർആൻ മാത്രമാണോ നമ്മുടെ പ്രമാണം, മറിച്ച് ഖുർആന്റെ പുറത്ത് മറ്റു വല്ല പ്രമാണങ്ങളുമുണ്ടോ, ഖുർആൻ ഒരു വിശദീകരണമുണ്ടോ ഇല്ലയോ എന്നിത്യാദി ചർച്ചകളാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് സഹോദരന്മാരെ, എന്താണ് ഖുർആൻ എന്ന് ആ മഹത്തായ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങൾ നാം കഴിഞ്ഞ പ്രസംഗത്തിൽ കേട്ടുകഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഖുർആൻ എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഖുർആൻ വളരെ വ്യക്തമായി പഠിച്ച് അത് അവതരിപ്പിക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ, അതിൽ അവഗാഹമായ ഗഹനമായ പഠനം നടത്തിയവർക്ക് മാത്രമേ ഇത് അവതരിപ്പിക്കുവാനുള്ള, പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവുള്ളൂ, അവർക്ക് അവകാശമുള്ളൂ എന്ന രീതിയിലാണ് പുരോഹിതന്മാർ ഇന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാർ, ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ ലളിതമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ആ ഖുർആൻ അനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കുവാൻ പാടുള്ളൂ എന്നിത്യാദി കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ നിങ്ങളെ ധരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ് ഹദീസ്. ആ ഹദീസും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഖുർആനും അത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്തെല്ലാമാണ് എന്നിത്യാദി കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് എന്താണ് ഹദീസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹദീസ് എന്ന് പറയുന്നത് സുന്നത്ത് എന്ന പേരിലാണ് ഇന്ന് പുരോഹിതന്മാർ അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. സഹോദരന്മാരെ, ഖുർആനിൽ സുന്നത്ത് എന്ന് ഖുർആനിൽ 13 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ എല്ലാം തന്നെയും സുന്നത്ത് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഹദീസ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 28 സ്ഥലത്തും പ്രതിപാദിക്കുന്നത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. അപ്പോൾ സുന്നത്ത് എന്ന പേരിൽ ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്ന വിഷയം ഖുർആന്റെ ദൃഷ്ടിയിൽ ഖുർആൻ, ഹദീസ് എന്ന പേരിൽ ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുന്ന വിഷയങ്ങളെല്ലാം ഖുർആന്റെ ദൃഷ്ടിയിൽ, ഖുർആന്റെ കാഴ്ചപ്പാടിൽ ഹദീസ് എന്നുള്ളത് ഖുർആനെ കുറിച്ചുള്ള മറ്റൊരു നാമമാണ്. അതുകൊണ്ട് എന്താണ് ഹദീസ്? സഹോദരന്മാരെ, ഹദീസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ പുരോഹിതന്മാര് കവലകളിലുള്ള പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് പറഞ്ഞു തരുന്ന വിഷയം ഖുർആനിൽ ഇന്ന കാര്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഹദീസിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കണം. സഹോദരന്മാർ, എന്താണ് ഹദീസ് എന്നത് മനസ്സിലാക്കണം. ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി ജീവിച്ച് കാണിച്ചു തന്ന വിഷയങ്ങളാണ് എന്ന്. മുഹമ്മദ് നബി കൈ കഴുകുന്നത് എങ്ങനെയായിരുന്നു, മുഖം കഴുകിയത് എങ്ങനെയായിരുന്നു, കാല് കഴുകിയത് എങ്ങനെയായിരുന്നു, തടവിയത് എങ്ങനെയായിരുന്നു, നടന്നത് എങ്ങനെയായിരുന്നു, ഇരുന്നത് എങ്ങനെയായിരുന്നു, കിടന്നത് എങ്ങനെയായിരുന്നു, കുളിച്ചത് എങ്ങനെയായിരുന്നു എന്നിത്യാദി ദിനചര്യകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഹദീസ് എന്ന രണ്ടാം പ്രമാണം നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഇസ്ലാം മതം പൂർത്തിയാവുകയുള്ളൂ എന്ന ഒരു മിഥ്യാധാരണയിലാണ് ഇന്ന് പുരോഹിതന്മാർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർആന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഖുർആൻ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചര്യകളും ദിനചര്യകളും ആ ഖുർആനിലെ ചര്യകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താമെന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ പല സംശയങ്ങൾക്കും ഇടവരാറുണ്ട്. എന്നാൽ എല്ലാ വിഷയവും ഖുർആനിൽ കിട്ടുമോ? പ്രസക്തമായ ചോദ്യമാണ്. ഖുർആനിൽ നിന്ന് നമസ്കാരം പൂർണ്ണമാണോ? ഖുർആനിൽ നിന്ന് നോമ്പ് പൂർണ്ണമാണോ?
ഖുർആനിലൂടെ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുമോ? ഖുർആനിലൂടെ സക്കാത്ത് കൊടുക്കാൻ സാധിക്കുമോ? സക്കാത്തിന്റെ അളവ് കിട്ടുമോ? സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കിട്ടുമോ? സക്കാത്ത് ആർക്കെല്ലാം കൊടുക്കണം എന്ന് കിട്ടുമോ? നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും ഇത്യാദി ഫിഖ്ഹി കർമ്മങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ഹദീസ് കൊണ്ട് പൂർത്തിയാവുകയുള്ളൂ എന്നാണ് ഇവരുടെ ജൽപ്പനം. സഹോദരന്മാരെ, ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അതിന് ഉപോത്ഭകമായിട്ട് ഒരു തെളിവുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ മാത്രമാണ് നിങ്ങളുടെ പ്രമാണം, ഈ ഖുർആൻ നിങ്ങൾക്ക് പോരെ, ഈ ഖുർആനാണ് നിങ്ങളുടെ അടിസ്ഥാനം എന്ന് ധാരാളം ആയത്തുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആന്റെ പുറമെ രണ്ടാമതൊരു പ്രമാണം എന്ന നിലയ്ക്ക്, ഖുർആന്റെ വിശദീകരണം എന്ന നിലയ്ക്ക് മറ്റൊരു പ്രമാണത്തിന്റെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിഷയങ്ങളെല്ലാം നാം വളരെ കാര്യഗൗരവത്തിൽ ശ്രദ്ധാപൂർവം നാം മനസ്സിലാക്കണം. ആ ആമുഖമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇനി എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കും. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഖുർആന്റെ ആശയം മാത്രമാണ് നമ്മുടെ ചര്യ എന്നും ഖുർആനിലൂടെ മാത്രമേ നമുക്ക് ഹിദായത്ത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഖുർആനിൽ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ ആദ്യം മുതൽ അവസാനം വരെ ഒരു വട്ടം പരിശോധിച്ചു നോക്കിയാൽ ആ പരിശോധനയിൽ നിന്നും എവിടെയെങ്കിലും ഒരായത്തിൽ നിന്ന് രണ്ടാമതൊരു പ്രമാണം തേടി പോവേണ്ടതുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ആയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. കൊണ്ടോട്ടി സംവാദത്തിൽ വെച്ച് പലതവണ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് രണ്ടാമതൊരു പ്രമാണമുണ്ട് എന്ന് തെളിയിച്ചു തരാൻ സാധ്യമാണോ? ഇതുവരെയും ഇക്കാലം വരെയും അവർ എല്ലാ പണ്ഡിതന്മാർ മുഴുവനും ഇജ്മാഅായിട്ട് പോലും അങ്ങനെ രണ്ടാം പ്രമാണത്തിന്റെ തെളിവുകൾ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ രണ്ടാം പ്രമാണം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഖുർആന്റെ ഒരു ആയത്ത് കൊണ്ട് സാധിക്കില്ല. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഏതൊരായത്തെടുത്ത് നോക്കിയാലും ഈ ഒരൊറ്റ പ്രമാണം നിങ്ങൾക്ക് പോരെ എന്ന രീതിയിൽ ഏകവചനമായിട്ടല്ലാതെ പ്രമാണ വിഷയത്തിൽ ദ്വിവചനമായി പ്രയോഗിച്ച ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധ്യമാണോ? ഇന്ന് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ കാണാം. ഖുർആനിലേക്ക് പ്രമാണങ്ങളിലേക്ക്, ഇസ്ലാമിലേക്ക് പ്രമാണങ്ങളിലേക്ക്. അങ്ങനെ ഇസ്ലാമിലേക്ക് പ്രമാണങ്ങളിലേക്ക് എന്നത് ഇസ്ലാമിനെതിരാണ്. അത് ഘടകവിരുദ്ധമാണ്. ഇസ്ലാമിന്റെ ആശയത്തിന് ഘടകവിരുദ്ധമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഭവമാണ്. പ്രമാണങ്ങളിലേക്ക് എന്ന് പറയാനേ പാടില്ല. ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് പ്രമാണത്തിലേക്ക് എന്നേ പറയാൻ പാടുള്ളൂ. ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലോക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പ്രമാണം അള്ളാഹു ഇറക്കിയിട്ടുള്ള ആ പ്രമാണത്തിൽ മാത്രം. അങ്ങനെ പല രീതിയിലുള്ള പ്രമാണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരൊറ്റ പ്രമാണം മാത്രമേ ഉണ്ടാവൂ. ആ പ്രമാണത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. ആ പ്രമാണമാണ് നമ്മുടെ അംഗീകരിക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് എല്ലാ കവലപ്രസംഗങ്ങളിലും പള്ളി ദർസുകളിൽ നിന്നും പള്ളിയിൽ നിന്നും പള്ളി മിമ്പറുകളിൽ നിന്നും കേൾക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. ആ ഉദ്ധരണി എന്താണെന്ന് വെച്ചാൽ പ്രവാചകനായ മുഹമ്മദ് നബി അവസാനമായി ചെയ്തിട്ടുള്ള ഹജ്ജത്തുൽ വിദായിൽ വെച്ച്, ഹജ്ജിൽ വെച്ച് അവസാനത്തതും ആദ്യത്തതുമായിട്ട് ഒരേ ഒരു ഹജ്ജാണ് നബി ചെയ്തിട്ടുള്ളത്. ആ ഹജ്ജിൽ വെച്ച് പ്രവാചകനായ മുഹമ്മദ് നബി അവിടെയുള്ള വലിയൊരു സംഘം ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ സംഘങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു, പല ഉപദേശങ്ങളും പറഞ്ഞു. അവർ ജീവിക്കേണ്ട ജീവിതചര്യകളെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും എങ്ങനെയെല്ലാമാണ് ഇനി ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവങ്ങളും കാര്യങ്ങളും സ്ത്രീകളോടും കുട്ടികളോടും അയൽവാക്കക്കാരോടും എല്ലാവരോടും പെരുമാറേണ്ട രീതികളെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് അവസാനമായിട്ട് പ്രവാചകൻ ആ സദസ്സിൽ വെച്ച് ഒരു വാക്ക് പറഞ്ഞത്രേ, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഈ ഒരു വാക്ക് വെച്ചുകൊണ്ടാണ് രണ്ടാം പ്രമാണത്തിന് തെളിവ് ധരിക്കാറുള്ളത്. ഇവിടെ ഒരു വലിയ അട്ടിമറി നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാദം പ്രവാചകനായ മുഹമ്മദ് നബിയുടെ വാക്കിൽ നിന്നും വായിൽ നിന്നും പുറത്തു വരികയില്ല. കാരണം ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ. ആ പ്രമാണം ഖുർആനാകുന്നു. ആ ഖുർആന്റെ പുറത്തൊരു പ്രമാണമില്ല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി എന്നതിന്നില്ല. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്. ആ അള്ളാഹുവിന്റെ കിതാബ് തന്നെയാണ് സുന്നത്ത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള സുന്നത്ത് എന്താണോ, ചര്യ എന്താണോ, ആ ചര്യയാണ് നാം
ചിന്തിക്കേണ്ടത്. ആ ചര്യയാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. അതല്ലാതെ ഖുർആന്റെ പുറത്തുള്ള ഒരു സുന്നത്ത് ഇല്ല